ആഹാ തേടി വരുമല്ലോ. ഓട് സുന്ദരനാണല്ലോ, ഓട് സുന്ദരിയാണല്ലോ, സൗന്ദര്യമിനി നിങ്ങളെയും തേടി വരുമല്ലോ. ആഹാ തേടി വരുമല്ലോ. സുന്ദരനാണല്ലോ, ഓട് സുന്ദരിയാണല്ലോ, ഓട് സുന്ദരനാണല്ലോ, ഓട് സുന്ദരിയാണല്ലോ, ഓട് സുന്ദരനാണല്ലോ, ഓട് സുന്ദരിയാണല്ലോ. ആറും കറുത്തവൻ വേണുവേണുക്കാതെ ക്രീമുകൾ തേക്കുന്നു, നീളം കുറഞ്ഞവൻ നീളം കൂട്ടാനായി നടക്കുന്നു. ഈ ലോകം മാതോടെ കുത്തകയാകുന്നു, ഈ നേരം മാലോകർ കുരുതി കൊടുക്കുന്നു. ഓട് സുന്ദരനാണല്ലോ, ഓട് സുന്ദരിയാണല്ലോ, ഓട് സുന്ദരനാണല്ലോ, ഓട് സുന്ദരിയാണല്ലോ, ഓട് സുന്ദരനാണല്ലോ, ഓട് സുന്ദരിയാണല്ലോ. ഇൻകുലാബ്, ഇൻകുലാബ്, ഇൻകുലാബ് സിന്ദാബാദ്. സഖാക്കളെ, നമ്മളെ കാർന്നു തിന്നുന്ന വലിയൊരു വിപത്തിനെതിരെ പോരാടാനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. നമ്മൾ ഇനിയും ഉറങ്ങിയിരുന്നുകൂടാ, പ്രതികരിക്കേണ്ട സമയമായി. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും അതുപോലെ തന്നെ സൗന്ദര്യവൽക്കരണ രംഗത്ത് പോലും, എന്തിന് നമ്മൾ കുടിക്കുന്ന ചായ പോലും എന്തായിരിക്കണമെന്ന് നിശ്ചയിക്കുന്നത് കോർപ്പറേറ്റ് ഭീമന്മാരായിരിക്കും. തടിയുള്ളവനും ഇല്ലാത്തവനും, കറുത്തവനും കഷണ്ടിയുള്ളവനും മരുന്നുകൾക്ക് പിന്നാലെ പായുന്ന കാലം അതിവിദൂരമല്ല. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിനെതിരെ, മരുന്ന് ലോബികൾക്കെതിരെ, കോർപ്പറേറ്റ് ഭീമന്മാർക്കെതിരെ ആഞ്ഞടിക്കാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം. നിങ്ങൾ ഓരോരുത്തരുടെയും വീറും വാശിയും ആർജവവും പാർട്ടിക്ക് ആവശ്യമാണ്. ഇന്നു മുതൽ നാം പ്രക്ഷോഭം തുടങ്ങുകയായി. സഖാക്കളെ, അടുത്തതായി സഖാവ് രതീശൻ നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതാണ്. സഖാക്കളെ, ഐതിഹാസികമായ സമരമുഖങ്ങളിലൂടെ കൊണ്ടും കൊടുത്തും നാം നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം ഇന്നത്തെ ബൂർഷ്വാസികളുടെ കാൽച്ചുവട്ടിൽ അടിയറ വയ്ക്കാനുള്ളതല്ല. ആഗോളവൽക്കരണത്തിന്റെ പേരും പറഞ്ഞ് പഴയ കൊളോണിയൽ സംസ്കാരത്തിലേക്ക് നമ്മെ തള്ളിവിടുകയല്ലേ ഈ സർക്കാർ ചെയ്യുന്നത്? എന്തിനും ഏതിനും മരുന്ന് കഴിക്കുക എന്ന ചിന്തയിലേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഇത്തരം കമ്പനികൾ. ഇതിന്റെ ചുവട് പിടിച്ച് ആത്മീയ കച്ചവടം പടർന്ന് പന്തലിക്കും. 2000 ആണ്ടാവുമ്പോഴേക്കും ഇവരുടെയെല്ലാം നീരാളി പിടുത്തത്തിലായിരിക്കും നമ്മൾ. ഇതിനെതിരെ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പാർട്ടിയുടെ സമരമുറകൾക്ക് ചുക്കാൻ പിടിക്കുന്നത് നാം യുവാക്കളായിരിക്കുമെന്ന് ഞാൻ ഇവിടെ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ലാൽ സലാം. സഖാക്കളെ, ഈ യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു. ഒന്ന് രണ്ട് മീറ്റിങ്ങുകളിലൂടെ പങ്കെടുക്കേണ്ടത് ഞാൻ ഇറങ്ങും. പാർട്ടി നിങ്ങളെയൊക്കെയാണ് ഉറ്റുനോക്കുന്നത് സഖാവ്. അപ്പൊ പറഞ്ഞതുപോലെ ലാൽ സലാം. ലാൽ സലാം. അല്ല, ഇനിയിപ്പോ സഖാവേ, നിങ്ങളെ പ്രസംഗം ചീരുണ്ട് കേട്ടോ. അതിന് നീയപ്പാടോ പ്രസംഗം കേട്ടിനി? മുസ്ലിനെ പല പ്രാവശ്യം എന്നോട് പറഞ്ഞിരിക്കുന്നു, ബാപ്പ ഗൾഫിലയച്ച അതിന്റെ ബൗസ് കാണിക്കാനുള്ള സ്ഥലമല്ല പാർട്ടി ഓഫീസിൽ നിന്ന്. അനക്ക് ബൂർഷന്റെ കോലത്തിൽ നടന്നോളൂ. സഖാവേ, നമ്മുടെ ഇടയിൽ ഇരിക്കട്ടെ ഒരു ബൂർഷ. നമ്മുടെ പാർട്ടിക്ക് ബൂർഷകൾ ആവശ്യമില്ല മുരളി. വിട്ടേക്ക് സഖാവേ, ഇനി നിങ്ങൾ ഓന്റെ മേലെ കുതിര കയറണ. സഖാവേ, നിങ്ങൾ വരും, നമുക്കൊരു കളി ഇട്ടിട്ട് ഒരു 5 മിനിറ്റ്. അയ്യോ, ഇരുടായല്ലോ മൊത്തം. സഖാവേ, എന്താ ഒരു ടെൻഷൻ? പാർട്ടി പ്രക്ഷോഭത്തെ കുറിച്ച് ആലോചിച്ചിട്ടാണോ? പാർട്ടി പ്രക്ഷോഭം എന്നല്ല സഖാവ് മൂപ്പര പ്രശ്നം. മൂപ്പരുടെ മനസ്സിന്റെ പ്രക്ഷോഭത്തിന് അണക്കട്ടെ നാളെ തുറന്നു വിടാൻ പോവാ.
ആ നമ്മളെ ദീപനുള്ള സഖാവിന്റെ പ്രണയല്ലേ നാളെ മൂപ്പരാണ് തുറന്നു പറയാൻ പോവാ. അതിന്റെ ബേജാറ മൂപ്പർക്ക്. ആണോ സഖാവേ? ഇങ്ങള് വെറുതെ ടെൻഷൻ അടിക്കണ്ട സഖാവേ. വിപ്ലവീരുള്ള സഖാക്കള് പതറരുത്. ഓള് നമ്മളെ സഖാവ് ശങ്കരേട്ടന്റെ മോളല്ലേ. ഇങ്ങളെ അല്ലാണ്ട് വേറെ ആരെ പ്രേമിക്കാനാ ഓള്? നിങ്ങൾ എന്താന്ന് ഒരു അവാർഡ് പടം പോലെക്കണ്. നിങ്ങള് വരി ഇപ്പൊ റൗണ്ട് കളിച്ചിട്ട് പോവാ. വാ സഖാവേ, വരി സഖാവേ വാ. നിങ്ങൾ കളി. അല്ല പിന്നെ സഖാവിനറിയോ, കരകളഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എൻ്റെ അച്ഛൻ. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ ചുവപ്പിനോട് എനിക്ക് ആരാധനയുണ്ട്. എനിക്ക് തോന്നുന്നു യൂണിവേഴ്സിറ്റി ഉപരോധത്തിന്റെ അന്നു മുതലാണ് ഞാൻ സഖാവിനെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ചുവപ്പും കൂടിയ കടും ചുവപ്പ് വിപ്ലവം പിറക്കും. നിനക്കെന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ച് ഞാനൊരു ഭീരുവാവുന്നില്ല. എനിക്കിഷ്ടമാണ് ആ വിപ്ലവ വീര്യത്തെ. പക്ഷേ ഞാൻ സ്വപ്നം കണ്ട എന്റെ പുരുഷൻ മാർക്സിനെ പോലെ ആവണം. നല്ല താടിയുള്ള സഖാവ് ഇത് കണ്ടോ, എന്താ ഒരു പൗരുഷം. താടിയും മീശയൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അതൊക്കെ ചെത്തിമിനിക്ക് നടക്കുന്നവർ ഭീരുക്കളാണ്. ബ്ലാക്ക് ബേസ് ആണ്. അത് ഞാൻ നോക്കിക്കോളാം. റെഡ് പോയി മോനെ പോയി. ഓള് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. സഖാക്കളൊക്കെ ആകുമ്പളെ കുറച്ച് താടിയും മീശക്കാണ്. ഇതൊരുമാതിരി ഇസ്തിരിപ്പെട്ടി മോന്തി വെച്ച് പ്രേമിക്കാൻ നടക്കുക. അല്ലെങ്കിൽ പെമ്പിളരെ ഇപ്പോ താടിയും മുടിക്ക് നേടി കുളിക്കാൻ നടക്കിയ ചെക്കന്മാരെ ഇഷ്ടം. ആഗ്രഹമില്ലാണ്ടാടാ ഇത് വരണ്ടേ? നിങ്ങൾക്ക് അതിന് വരൂലല്ലോ. സഖാവ് എപ്പോഴെങ്കിലും ഷേവ് ചെയ്തിട്ടുണ്ടോ? ഞാനൊക്കെ എൻ്റെ 7ാം ക്ലാസ് മുതൽ താടി പഠിക്കാൻ തുടങ്ങിയതാ. ആദ്യം പോയിട്ട് നല്ലോണം താടി പഠിക്ക്. ചേട്ടാ, നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നമ്മളെ രാമേട്ടൻ്റെ കടയിൽ പോയിട്ട് നന്നായിട്ടൊന്ന് ഷേവ് ചെയ്താണ്. രാമേട്ടൻ രാമേട്ടാ, നിങ്ങളിങ്ങനെ താഴേക്കെന്നെ പഠിക്കാതെ ഒന്ന് മുകളിലേക്ക് പഠിച്ചു നോക്കി. എന്നോട് ഇമാരി ബട ആരാണ്ടാ പറഞ്ഞേ? മേലോട്ട് പഠിച്ച എൻ്റെ മോന്തമിൽ കുരു പൊന്തിടാ. ഈ ഡോക്ടർ ആരെയും കൊണ്ട് കാണിക്കി. ഡോക്ടറൊന്നും ശരിയാവില്ല രാമേട്ടാ. അതിനെന്താ, ഈ കമ്മ്യൂണിസ്റ്റുകാരനായോണ്ടാ? ഞാനും കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാ. എന്നുവെച്ച് കുറെ ആദർശന്മാര് മുഖത്ത് വെച്ചാൽ രോമങ്ങളൊക്കെ ഇല്ല. കാഷണ്ടിക്ക് വരെ മരുന്ന് കണ്ടുപിടിച്ച്. പിന്നെ എൻ്റെ മുഖത്തിരി രോമം വളരാൻ. ഈ പോയി നല്ലൊരു ഡോക്ടറെ കാണിക്കും. ഡോക്ടറെ അടുത്ത് പോവാൻ കക്ഷത്തിലെങ്ങനെയാ ഉണ്ട്. ഓ, ഞാനേ ഒരു ഓയിൽമെൻറ്റും 2 ടൈപ്പ് ക്യാപ്സൂളും തരുന്നു. ഇത് മുടങ്ങാതെ ഒരാഴ്ച ഉപയോഗിക്കുക. ഒക്കെ ശരിയാവും. ഈ ഓയിൻമെന്റ് ഒന്ന് ഒഴിവാക്കി തന്നൂടെ? അതെന്താ? ഞങ്ങൾ ഇത്തരം മരുന്നുകൾക്കെതിരാണ്. ഓ, താങ്കൾ കമ്മ്യൂണിസ്റ്റ് ആണല്ലേ? ഇവിടെയും വന്നിരുന്നു 2-3 പേർ ഇത് പൂട്ടിക്കാനേ. മിസ്റ്റർ, ഒരു 10 വർഷം കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാശ് ചെലവാക്കുന്ന ഇത്തരം പ്രൊഡക്റ്റുകൾ വാങ്ങാനായിരിക്കും. അതുകൊണ്ട് സഖാവിന് കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകൾ തന്നെ ഉപയോഗിക്കണം. എന്താ, മനസ്സിലായ?
അവനും മോഹിച്ചു. 22 ദിവസം താടി പോയിട്ടൊരു പൂട പോലും വന്നില്ല. ഥു. കമ്മ്യൂണിസ്റ്റുകാർക്ക് ആദ്യം വേണ്ടത് പ്രതീക്ഷയാണ്. ഞാനേ ഇപ്പൊ ഓള് കാണാണ്ട് മുങ്ങി നടക്കുക. സഖാവേ, ഒരു വഴി അടഞ്ഞാല് 1000 വഴി നമ്മുടെ മുന്നിൽ. താടി വരാൻ ബെസ്റ്റ് മരുന്ന് കിട്ടി. കരടി നെയ്യോ? ആ കേട്ടപ്പോ തന്നെ ഓടി വരേനി. കരടി നെയ്യോ? അതിപ്പോ എഴുന്നിട്ടാനാ? ശബരിമല മലയ്ക്ക് പോകുന്ന വഴിക്ക് ചില ആടന്മാരെ വെക്കാറുണ്ടെന്നാ കേട്ടത്. കമ്മ്യൂണിസ്റ്റായ ഞാനിനി മലയ്ക്കും പോണ്ടി വരുമോ? സഖാവേ, മാർഗമല്ല പ്രധാനം, ലക്ഷ്യമാണ്. ഒക്കെ ശരിയാക്കാം. നാറ്റക്കേസാവൂ. സഖാവേ, നമ്മളൊക്കെ ഇങ്ങളെ കൂടെ എന്ത് വില കൊടുത്തും ഇങ്ങളെ മോത്ത് രോമം കിളിർപ്പിച്ചിട്ട് തന്നെ അടങ്ങും. കിട്ടിയാ? കിട്ടിയില്ലേ? ഈ മൂസിനാരമോൻ നല്ല ഒറിജിനൽ പ്രകൃതിദത്തമായ കരടി നെയ്യ്. വൃത്തിയട്ടമാണായത്. എങ്ങനാ സഖാവേ മൂക്കിന് താഴെ തേക്കുന്നേ? അതൊന്നും പ്രശ്നമില്ല സഖാവേ. നിങ്ങൾ ഈ സാധനം ഒരു 10 ദിവസം തേച്ച കുടിപ്പിച്ചോടി. താടിയൊക്കെ ശരശരയെ നിങ്ങോട്ട് വരും. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഈ സാധനം കൈയോണ്ട് എടുക്കരുത്. കൈയോണ്ട് എടുത്താലേ കയ്യിൽ നിറച്ച് താടി വരുന്ന, പിന്നെ നിങ്ങൾ കരടീനെ പോലെ ആവും. സഖാവേ, ധൈര്യമായിട്ട് പോയിക്കോളി. ഇവിടുത്തെ കാര്യം നമ്മൾ പോയിക്കോളൂ. ഒന്നും വന്നില്ല. അവന്റെ പ്രേമം പൂവണിക്കാൻ അവളത് ചോദിച്ചു. അവളുടെ വാക്കിൽ താടി കിളർക്കാൻ അവനും മോഹിച്ചു. മുഖത്തെങ്കിലും കുറച്ച് വെളുപ്പുണ്ടായിനി, അതും പോയി കിട്ടി. കരടി നെയ്യ്, തേങ്ങാക്കൊല. ഒലക്കമ്മലൊരു താടി. മഴ പെയ്ത് പോയ വെള്ളം സഖാവേ, നിങ്ങൾ വേറെ പണി ഒന്നിരുന്നേ. ഓളൊക്കെ പിന്നാക്കില്ല താടി. നിങ്ങൾ ഓൾഡ് ഒരു പയം പോയി തിന്നോളാൻ പറയും. പയല്ലടാ, പഴം. അല്ല രേശേട്ടാ, നിങ്ങൾ കരടി നെയ്യിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിനൊക്കെ ഒരു വിശ്വാസം വേണം. നമുക്ക് താഴത്തങ്ങടുത്ത സാമീപ്യം കൊണ്ട് കണ്ടാലോ? നിങ്ങളൊക്കെ ഒരു ഉപദേശം, അത് കേട്ടിട്ട് എത്രയായത്? എനിക്ക് താടി വരില്ലെന്ന് ഞാൻ അവരോട് പോയി പറയാൻ പോവാ. താടി കണ്ടുപിടിച്ചവരൊക്കെ വെട്ടി നേരത്തണം. ഇപ്പോഴാണ് ശരിക്കുള്ള സഖാവ്. ഈ കമ്മ്യൂണിസ്റ്റുകാരെന്താ കട്ടൻ ചായ മാത്രം കുടിക്കുന്നതെന്ന് സഖാവിനറിയോ? പാല് പറഞ്ഞ വെളുത്ത ചായ ബൂർഷയുടെ ചായയാണ്. നല്ല കറുത്ത നിറമുള്ള കടുപ്പമുള്ള കട്ടൻ ചായ തൊഴിലാളി വർഗത്തിന്റെ പ്രതീകമാണ്. ഞാനൊരു ആഗ്രഹം പറഞ്ഞല്ലേ സഖാവേ? സഖാവിന് താടി ഉണ്ടാവില്ലെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞാ മതിയായിരുന്നു. ഒന്നാമത് നമ്മള് കമ്മ്യൂണിസ്റ്റുകാർ, പിന്നെ സൗന്ദര്യപരമായിട്ട് ഇത്തരം ഒരു ചിന്തയും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഇപ്പോഴാണെങ്കിൽ ഇത്തരം കമ്പനികൾക്കെതിരെ നമ്മൾ ശക്തമായിട്ട് സമരം ചെയ്യുന്ന കാലം.
സഖാവ് ആഗ്രഹിച്ച പോലെ ഒരു താടിക്കാരനാവാൻ വേണ്ടി താടി ഉണ്ടാവില്ലെങ്കിൽ അതൊന്ന് ഉറക്കെ പറയായിരുന്നില്ലേ? താടിയെക്കാളും അത് തുറന്നു പറയാനുള്ള ചങ്കൂറ്റത്തെ ഞാൻ മാനിക്കുമായിരുന്നു. ഏതൊരു മനുഷ്യനെയും പോലെ സ്വന്തം മുഖം കണ്ണാടി കണ്ടപ്പോ എന്റെ വിപ്ലവ വീരാകെ ചോർന്നുപോയി. ഇപ്പോ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി. സഖാവേ, നമുക്കത് ശരിക്കുള്ള കമ്മ്യൂണിസം വന്നില്ലല്ലോ. ഇവിടെ കണ്ടാ തന്നെ എന്നോടെ മോത്തൊക്കെ വിപ്ലവരും കുമിഞ്ഞുകൂടി നിൽക്കല്ലേ. നോക്കട്ടെ, നമ്മള് വെറുതെ കണ്ട കള്ള സന്യാസിമാരുടെയും മരുന്നുകളുടെയും പിറകെ പോയത് മിച്ചം. എന്തായാലും ഇങ്ങക്ക് ലോട്ടറി അടിച്ചല്ലോ. ബേസ് ഇട്ടല്ലോ, ബേസ് ഒന്ന് പോടേക്ക. ചേച്ചിക്ക് മീസ. ഒരാൾക്കെങ്കിലും വീശുള്ള നന്നായി. കാര്യം പറയുമ്പോ നമ്മളെ ഭൂഷ എന്തായി നമ്മളെ ഭൂഷ. ഹലോ ഡോക്ടർ.